കേരളത്തിൽ മദ്യനികുതിയിൽ ഇളവ് നൽകുന്നത് വൻകിട കമ്പനികൾക്ക് വേണ്ടിയെന്ന സംശയം ബലപ്പെടുന്നു. ബെക്കാഡിക്ക് പിന്നാലെ കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം അവതരിപ്പിക്കാൻ റിലയൻസ് നീക്കം ആരംഭിക്കുന്നതാണ് പുതിയ റിപ്പോർട്ട്. ബെക്കാഡിക്ക് നികുതി ഇളവ് അനുവദിച്ചാൽ റിലയൻസിനും ഇതേ രീതിയിൽ ഇളവ് നൽകേണ്ടി വരും. ശീതളപാനീയമായ ക്യാമ്പക്കോളയുടെ വിജയത്തിന് പിന്നാലെയാണ് വീര്യം കുറഞ്ഞ മദ്യനിർമ്മാണത്തിലേക്ക് റിലയൻസ് കടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ക്യാമ്പക്കോളയുടെ ടേൺ ഓവർ 4700 കോടി രൂപയാണ്. വൻ ലാഭം ലക്ഷ്യമിട്ടുള്ള റിലയൻസിന്റെ പുതിയ നീക്കത്തിൽ റിലയൻസ് ആദ്യം ലക്ഷ്യം വെക്കുന്നത് കേരളം പോലെ മദ്യനിരോധനം ഇല്ലാത്ത സംസ്ഥാനങ്ങളെയാണ്. യുവാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വീര്യം കുറഞ്ഞ മദ്യനിർമ്മാണം. ഇതോടെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നീക്കത്തിൽ സംശയങ്ങൾ ശക്തമാവുകയാണ്. ബെക്കാഡിക്ക് വേണ്ടി മാത്രമാണോ മുഖ്യമന്ത്രിയുടെ നീക്കമെന്ന സംശയമാണ് ഉയരുന്നത്. ബെക്കാഡിക്ക് വേണ്ടി ഇളവ് അനുവദിച്ചാൽ റിലയൻസിനും സംസ്ഥാനത്ത് അനുമതി നൽകേണ്ടി വരും. എന്നാൽ റിലയൻസ് ആഭ്യന്തര ആൽക്കഹോൾ വിപണിയിലേക്ക് ഇറങ്ങുമെന്ന റിപ്പോർട്ടുകളെ നിഷേധിച്ചിട്ടുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിനെ ചൊല്ലി UDF-ൽ തന്നെ തർക്കം തുടരുന്നതിനിടെയാണ് വൻകിട കമ്പനികളുടെ ഇക്കാര്യത്തിലെ താൽപര്യവും പുറത്തുവരുന്നത്. ജനം, ഡൽഹി.